ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനന്ത് സാർ. എല്ലാവർക്കും സ്വാഗതം. മക്കളെ, പ്ലസ് വൺ CS മോഡൽ എക്സാം നിങ്ങൾ കഴിഞ്ഞ കൊല്ലമാണ് അല്ലെ? കഴിഞ്ഞ കൊല്ലത്തെ മോഡൽ എക്സാം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഇനി ആദ്യമായിട്ടാണ് പ്ലസ് വണ്ണിന്റെ മോഡൽ എക്സാം നേരിടാൻ പോകുക. കാരണം ഇതുവരെ പബ്ലിക് എക്സാം നിങ്ങൾ നേരിട്ടിട്ടില്ല, സെക്കൻഡ് എക്സാം നേരിട്ടുണ്ട്, പക്ഷെ ഫുൾ ചാപ്റ്റേഴ്സ് നേരിട്ടിട്ടില്ലേ? അപ്പൊ എങ്ങനെയാണ് എന്നുള്ളൊരു എക്സാം ഒക്കെ നിങ്ങൾ ഇതുവരെ പ്രീവിയസ് ഉള്ള കുറെ എക്സാം കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയാം മാത്തമാറ്റിക്സ് കുറച്ച് ടഫ് ആണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നിങ്ങൾ ഒരു ടഫ് ആണെങ്കിൽ ആ ടഫ് ലെവലിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഒരു കൊല്ലം വരെയൊക്കെ ആണെങ്കിൽ നീ ഒരു കഴിഞ്ഞ കൊല്ലം വരെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടന്നായിരുന്നു. അത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആക്കിയിട്ടില്ലായിരുന്നു, മോഡൽ എക്സാം ടഫ് ആക്കിയില്ല, ഈ പറഞ്ഞ ഫൈനൽ എക്സാം ടഫ് ആക്കി. അപ്പോൾ പിള്ളേർക്ക് വളരെ ഒരു ആശങ്കയായിരുന്നു. കാരണം മോഡൽ എക്സാം ആണെങ്കിൽ ടഫ് ആക്കിയില്ല, അതുകൊണ്ട് ഫൈനൽ എക്സാം ഭയങ്കര ടഫ് ആക്കി, അതുകൊണ്ട് പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ലൂ തന്നെ തന്നിട്ടുണ്ട്. അവരുടെ ഫൈനൽ എക്സാം എന്താണ് നമുക്കൊരു ടഫ് അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ പോകുമെന്ന് ക്ലൂ തന്നിട്ടുണ്ട്. അപ്പൊ ആ ലെവലിൽ തന്നെ പഠിക്കുക, സൈലത്തിനൊപ്പം തന്നെ പോകുക. സൈലത്തിലെ എല്ലാ ഫാക്കൽറ്റീസിനും അതിനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പ്ലസ് വൺ CS കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 2025 മോഡൽ എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചു നമുക്ക് നോക്കാം കേട്ടോ. യെസ്, ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കാണും മക്കളെ? നമ്മുടെ ഫ്ലോ ചാർട്ടിൽ നിന്ന് കാണാറുണ്ട് കേട്ടോ. ഫ്ലോ ചാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു വരട്ടെ. നെയിം ദ ലോജിക് ഗേറ്റ് ദാറ്റ് ഹാസ് ഓൺലി 1 ഇൻപുട്ട്. ഒരു ഇൻപുട്ട് മാത്രമുള്ള കേട്ടോ, ഒരു ഇൻപുട്ട് മാത്രം ഫ്ലോ ചാർട്ട് അല്ലത് നമ്മുടെ ഡേറ്റ റെപ്രസെന്റേഷൻ പുള്ളി കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഇൻപുട്ട് മാത്രമുള്ള ലോജിക് ഗേറ്റ് ചെയ്താൽ മക്കളെ, അഥവാ യൂണറി ഓപ്പറേറ്റർ അല്ലെ? ഇങ്ങനെ ചോദിക്കാറുണ്ട് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ മക്കളെ ഏതാടാ? നോട്ട് ഓപ്പറേറ്റർ അല്ലെ? നോട്ട് ഓപ്പറേറ്റർ അഥവാ ഫോർ എക്സാമ്പിൾ എ കോംപ്ലിമെന്റ് അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ. അത് ചോദിക്കാറുണ്ട്, അങ്ങനെ പല രീതി ചോദിക്കാം. അപ്പൊ കോൺസെപ്റ്റ് പഠിച്ചു വെച്ചേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഉള്ളത്. വിച്ച് ഫ്ലോ ചാർട്ട് സിമ്പിൾ ഹാസ് ഓൺലി എൻട്രി ഫ്ലോ മാത്രമുള്ള ഫ്ലോ ചാർട്ട് സിമ്പിൾ ഏതാ മക്കളെ? എൻട്രി ഫ്ലോ മാത്രമുള്ള ഫ്ലോ ചാർട്ട് സിമ്പിൾ ഏതാണ്? യെസ്, ഏതാണ് മക്കളെ? എലിപ്സ് ആണ് അല്ലെ? യെസ്, എലിപ്സ്. ഇങ്ങനെ ചോദിക്കുകയാണ് വിച്ച് ഫ്ലോ ചാർട്ട് സിമ്പിൾ ഹാസ് ഓൺലി 1 എൻട്രി ഫ്ലോ ആൻഡ് 1 or more എക്സിറ്റ് ഫ്ലോസ്. ഒരു എൻട്രി ഫ്ലോയും ഒന്നിൽ കൂടുതൽ എക്സിറ്റ് ഫ്ലോസ് ഉണ്ടെങ്കിൽ അത് ഏത് സിമ്പിൾ ആണ് മക്കളെ? അത് റോംബസ് സിമ്പിൾ ആയിരിക്കും. മറക്കല്ലേ കേട്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, മെൻഷൻ ദ C++ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ദാറ്റ് അലൗഡ് യൂസ്ഡ് ടു only with ഇന്റിജർ ഡേറ്റ. ഇന്റിജർ ഡേറ്റ ആയിട്ട് മാത്രം ഡീൽ ചെയ്യുന്ന ഓപ്പറേറ്റർ മക്കളെയാടാ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഈ പറഞ്ഞ അഡീഷൻ പ്ലസ് ഓപ്പറേഷൻ ഉണ്ട്, അത് ഇന്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഇന്റിജറും ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യാറുണ്ട്. പോയിന്റുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ടല്ലോടാ. ഡിവിഷന് പോയിന്റുള്ള നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാറുണ്ട്, മൈനസ് ചെയ്യാറുണ്ട്. ഓക്കെ, ചെയ്യാത്ത ഏത് മാത്രമല്ല മോഡുലസ് ഓപ്പറേറ്റർ അല്ലെ? മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് മാത്രം എന്നാണ് നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്തില്ല. ചൂസ് ദി കറക്റ്റ് ഔട്ട്പുട്ട് ഓഫ് ദി C++ കോഡ് ഗിവൺ ബിലോ. നമ്മുടെ എക്സ്പ്രഷൻ ബേസ്ഡ് ആണ്. അതായത് ഇന്റിജർ വാല്യൂസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ റിട്ടേൺ ചെയ്യാം. അത് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ വെക്കാം A = 8, A മോഡുലസ് 5. 8നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ 8നെ 5 കൊണ്ട് ഹരിക്കുകയാണ് അല്ലെ? 8നെ 5 2 ഹരിക്കുകയാണ്. എത്ര കിട്ടും? ഒരു 5 5, 8 - 5 3. ഓക്കെ, A മോഡുലസ് 5 ഒന്നുമില്ല മക്കളെ. യെസ്, അപ്പൊ ഇതിന്റെ ബിയുടെ വാല്യൂ 3 കിട്ടും. കാരണം മോഡുലസ് 5 ഇല്ലടാ. B ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3നെ 2 കൊണ്ട് ഹരിക്കുക. ഈ 3ഉം 2ഉം എന്താ? 3ഉം 2ഉം ഇൻഡിജേഴ്സ് ആണ് അല്ലെ? 3ഉം 2ഉം ഇൻഡിജേഴ്സ് ആണ്. സോ 3ഉം 2ഉം ഇൻഡിജേഴ്സ് ആയത് കൊണ്ടല്ല. ഓക്കെ, അല്ല ഇൻഡിജേഴ്സ് അല്ല. ഇവിടെ വെക്കാം ബിയുടെ അതാണ്. ഇവിടെ 8നെ 5 കൊണ്ട് 8 മോഡുലസ് 5 ചെയ്തപ്പോൾ നമ്മൾ എന്ത് കിട്ടിയടാ? 3 കിട്ടി. ഈ ബി ഏത് ടൈപ്പ് ആണ്? ബി ആണെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് ആണ്. ഫ്ലോട്ട് ടൈപ്പ് ആകുമ്പോൾ ഈ ബിയിലോട്ട് 3 സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ മക്കളെ? ഫ്ലോട്ട് ആകുമ്പോൾ 3.0 അല്ലെ? 3.0 ആകും. 3.0 അല്ലെ? എന്നിട്ട് ആ 3.0നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 3.0നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 3.0നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക.
അപ്പൊ ഇത് 3.0 ആകുമ്പോൾ ഇതും എന്താണ് ഓട്ടോമാറ്റിക്കലി 2.0 ആകും. കാരണം നിങ്ങൾ കണ്ട ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, ചന്ദനം ചാരി ചന്ദനം മണകല്ലേ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂടെ ഇൻഡിജർ വാല്യൂ കിടക്കുകയാണെങ്കിൽ ആ ഇൻഡിജർ വാല്യൂ എങ്ങോട്ട് കൺവേർട്ട് ആവും മക്കളെ? ഫ്ലോട്ടിംഗ് പോയിന്റ് കൺവേർട്ട് ആവും കേട്ടോ. അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. യെസ്, അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെയൊക്കെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ 3.0/2.2 എന്തായിരിക്കും മക്കളെ? 1.5 അല്ലേ. ഇനിയിപ്പോ ഇതല്ല, ഇത് 3.0 അല്ല, 3/2 ആണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളെ? രണ്ടും ഇൻഡിജേഴ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും പറഞ്ഞ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ 1.5 വരും. ഇത് രണ്ടും ഇൻഡിജേഴ്സ് ആണെങ്കിൽ 1.5 വരത്തില്ല. 1.5 നിന്ന് 0.5 എടുത്തങ്ങ് റിമൂവ് ചെയ്യും. ആൻസർ ഈസ് 1 എന്ന് മാത്രമേ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിച്ചോളുക. അപ്പൊ അതൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ടഫ് അല്ല കേട്ടോ. നെക്സ്റ്റ്, C++ അറേ ഇൻ നം 1234 ഒരു എലമെന്റ്സ് കൊടുത്തത് റിക്വയർസ് എത്ര ബൈറ്റ്സ് മെമ്മറിയാണ് നമുക്ക്? എത്ര ബൈറ്റ്സ് മെമ്മറിയാണ്? ഇവിടെ നോക്കാം. 1, 2, 3, 4, 5 5 എലമെന്റ്സ് ഉണ്ടല്ലേ. സൈസ് ഓഫ് ദി അറേ എന്നാണ് 5 ആണ്. 5 ഇൻറ്റു ഈ പറഞ്ഞ ഡേറ്റ ടൈപ്പിന്റെ സൈസ് നമ്മളെ 4 ആണ് അല്ലേ. ഇന്റ് ആണ് ടൈപ്പ്. അപ്പോൾ 4 5 ഇൻറ്റു 4 20 ബൈറ്റ്സ്. സോ 20 ബൈറ്റ്സ് അവിടെ സ്റ്റോർ ചെയ്യും അല്ലേ. 20 ബൈറ്റ്സ് സ്റ്റോർ ചെയ്യും. നമ്മുടെ ഈ പറഞ്ഞ ടോട്ടൽ ബൈറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അറേയിൽ പഠിച്ചതാണ്. ടോട്ടൽ ബൈറ്റ്സ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി അറേ ഇൻറ്റു സൈസ് ഓഫ് അറേ ടൈപ്പ്. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ. ജസ്റ്റ് നോക്കാം. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് ഡേറ്റ ടെർമിനൽ എക്വിപ്മെന്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഡേറ്റ ടെർമിനൽ എക്വിപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എക്വിപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൾട്ടിപ്ലെക്സർ ഉണ്ട്, ഡീമൾട്ടിപ്ലെക്സർ അല്ലേ. മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഒരു ബോധം ഉണ്ടായി കാണുമായിരിക്കും. ഈ ഒരു ലെവൽ തന്നെയായിരിക്കും നിങ്ങൾ ഈ മോഡൽ എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. ഞാൻ പറയുകയാണ്, ഈ മോഡൽ എക്സാമിന് ഈ ഒരു ലെവൽ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ നോക്കാം. ഈ ഒരു കാൽക്കുലേഷൻ തന്നെ നോക്കുക. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് അറിയത്തില്ല എങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന് പകരം ഇവിടെ 3/2 ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് എഴുതി വെക്കും? 1.5 എഴുതി വെക്കും. അതായത് ആരെഴുതി വെക്കും? ഈ പറഞ്ഞ 3നെ അഥവാ രണ്ടും ഇൻഡിജേഴ്സ് ആണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ റിട്ടേൺ ചെയ്യത്തില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അറിയത്തില്ല എങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് എന്ത് എഴുതാൻ പറ്റത്തില്ല? ഈ ഒരു ആൻസർ ചെയ്യാൻ സാധിക്കത്തില്ല. ആ മാർക്ക് അവിടെ പോവുകയും ചെയ്യും. അതുപോലെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും അല്ലേ. ഇവിടെ നെയിം ദ ലോജിക് ഗേറ്റ് ഓൺലി 1 ഇൻപുട്ട്. എന്താണ് യൂണറി ഓപ്പറേറ്റർ? ഇപ്പൊ നോട്ട് ഗേറ്റ് ഇസ് എ യൂണറി ഓപ്പറേറ്റർ പഠിക്കുന്നു. യൂണറി ഓപ്പറേറ്റർ എന്താണെന്ന് പഠിക്കാത്തൊരു കുട്ടിക്ക് ഒരിക്കലും ഇത് ആൻസർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കുക, മോഡൽ എക്സാമിന് മോഡൽ എക്സാമിനായിക്കോട്ടെ ഫൈനൽ എക്സാമിനായിക്കോട്ടെ പക്കായിട്ട് കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റമില്ല. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഒരു ലെവലാണ്. അപ്പൊ 2 മാർക്കിന് ഏത് ലെവലാണ് നമുക്ക് നോക്കാം. യെസ്, വളരെ പേടിപ്പിക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. യെസ് 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 ഒക്കെ ഞാൻ നേരെ വെച്ചേ കേട്ടോ. സൂം ചെയ്തോട്ടോ. ഓക്കെ ഓക്കെ, ഇതൊന്ന് മായ്ച്ചോട്ടോ കേട്ടോ. ഒന്ന് മായ്ക്കുവാണ് കേട്ടോ. കാര്യം എന്തറിയോ, എന്തായാലും ഇത് ഓക്കെ സൈഡ് തരാം കേട്ടോ. സൈഡ് തരാം. യെസ്, ഇവിടെ വെക്കാം. ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ന്യൂമാൻ ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ. മറ്റേ ഫംഗ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ മറ്റെന്താണ് ഈ പറഞ്ഞ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, അതിന്റെ ഒരു ഫിഗർ ഉണ്ടല്ലോ നമ്മളെ CPU, അതിന്റെ ഒരു ഫിഗർ ഉണ്ടല്ലോ. ആ ഫിഗർ വരച്ച് പഠിച്ചു വെച്ചേക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ പറയാറുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിലോട്ട് വരികയാണ്. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഫിഗർ ഉണ്ട് കേട്ടോ. അത് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതും ജസ്റ്റ് വരച്ച് പഠിച്ചു വെച്ചേക്കുക. അത് ഒരു മിനിമം ഒരു 2 മാർക്ക് ചോദിക്കാറുണ്ട്, മാക്സിമം 3 മാർക്ക് വരെ ആ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഫിഗർ ഒന്ന് വരച്ച് പഠിച്ചു വെച്ചേക്കട്ടോ, ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. നെക്സ്റ്റ്, ബ്രീഫ്ലി റൈറ്റ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ട്യൂറിംഗ് ടെസ്റ്റ്. ട്യൂറിംഗ് ടെസ്റ്റ് എന്താണ്, ആരാണ് കണ്ടുപിടിച്ചെന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ റൈറ്റ് ചെയ്ത് വെച്ചേക്കുക. 2 മാർക്കിന് 2 മാർക്ക് ആകുമ്പോൾ ഒരു 3 പോയിന്റ്സ് മതി കേട്ടോ. നെക്സ്റ്റ്, ഡ്രോ ദ ഗിവൺ ലോജിക് സർക്യൂട്ട് ആൻഡ് മാർക്ക് ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ഗേറ്റ്. ഓക്കെ, എന്താണ് ഇതിന്റെ ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞ ലോജിക് സർക്യൂട്ട് ഡയഗ്രം ഒന്ന് വരയ്ക്കുക, ഡ്രോ ചെയ്യുക. ഓക്കെ, ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഡ്രോ ചെയ്തിട്ട് ഡ്രോ ചെയ്യാനേ പറഞ്ഞേക്കുന്നത്. ഇത് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് മാറ്റി വരച്ച് വെച്ചേക്കട്ടോ. അതായത് ഇവിടെ വെക്കാം. ഇവിടെ A ഇൻപുട്ട് കൊടുത്തു, ബിയും ഇൻപുട്ട് കൊടുത്തു. ഏത് ഗേറ്റിലോട്ട്? ആൻഡ് ഗേറ്റിലോട്ട്. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ A.B കേട്ടോ. ഈ ഒരു സ്റ്റാൻഡേർഡ് ലെവലാണ് കേട്ടോ. A.B, എയും ബിയും ആൻഡ് ഗേറ്റിലോട്ട് ഇൻപുട്ട് എടുത്തു. ആൻഡ് ഗേറ്റ് ആകുമ്പോൾ എന്താ, എയും ബിയും ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ ആണ്. സോ A.B എന്ന് റിസൾട്ട് വരും. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. നെക്സ്റ്റ് അടുത്തത് A ആണെങ്കിൽ ഇവിടെ എയുടെ കണക്ഷൻ കൊടുത്തു.
എ ആണെങ്കിൽ എങ്ങോട്ട് കൊടുത്തു? നോട്ട് ഗേറ്റിലോട്ട് കൊടുത്തു. നോട്ട് ഗേറ്റിലോട്ട് കൊടുത്തു. എ നോട്ട് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ മക്കളെ? അത് എ കോംപ്ലിമെന്റ് ആവും അല്ലെ? അത് എ കോംപ്ലിമെന്റ് ആവും. അപ്പൊ ഇവിടെ കൊടുക്കുന്നത് എ കോംപ്ലിമെന്റ് ആയിരിക്കും. മക്കളെ. ആണ്. ആ എ കോംപ്ലിമെന്റിനെ പിന്നെ ഇവിടെ ബിയുടെ ഒരു കണക്ഷൻ കൊടുത്തു. ബിയും എങ്ങോട്ട് കൊടുത്തു? ആന്റി ഗേറ്റിലോട്ട് കൊടുത്തു. അപ്പൊ ഇതെന്തായി മക്കളെ? എ കോംപ്ലിമെന്റ് ഡോട്ട് ബി എന്നായി. ക്ലിയർ? ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. കാരണം ആ ഒരു സർക്യൂട്ട് ഡയഗ്രം ഡ്രോ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ആൻസർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഒരിക്കലും വാട്ട് ഈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിർത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതി കേട്ടോ. അല്ല നിങ്ങൾ എക്സാമിന്റെ തലേന്ന് വന്നിട്ടാണെങ്കിലും ചോദിക്കല്ലേ സാറേ എന്താണ് ഇമ്പോർട്ടന്റ്? അതല്ല, നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇത് രണ്ടും കൂടെ ഈ എ ഡോട്ട് ബി എം എ കോംപ്ലിമെന്റ് ഡോട്ട് ബി എം എങ്ങോട്ട് കമ്പൈൻ ചെയ്തു? ഇത് ഏത് ഗേറ്റ്? ഓർ ഗേറ്റ്. ഇങ്ങനെ കാണുന്ന എന്താണ്? ഓർ ഗേറ്റ് ആണ് അല്ലേ? ഓർ ഗേറ്റ് ആണ് മനസ്സിലാക്കിട്ടോ. തിരിച്ചും ചോദിച്ചേക്കുവാണ് കേട്ടോ. അതായത് ഇങ്ങനെ ചോദിച്ചു, ഒരു എക്സ്പ്രഷൻ മറ്റേത് എക്സ്പ്രഷൻ തന്നിട്ടാണെങ്കിൽ ഡ്രോ ചെയ്യാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡ്രോയിങ് തന്നിട്ടാണെങ്കിൽ എന്താ മക്കളെ അതിന്റെ എക്സ്പ്രഷൻ ചോദിച്ചേക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ഉള്ള. അപ്പൊ എ ഡോട്ട് ബി പ്ലസ് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി എന്നായല്ലേ. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. മക്കളെ ഇത് സ്ഥിരം എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് ഫിക്സ് ആയിട്ട് വെച്ചേക്കുവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അത് എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിഫറൻഷിയേറ്റ് റാം ആൻഡ് റോം. എനിക്ക് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസുകൾ ഇടുന്നത്. അപ്പൊ എനിക്കൊന്ന് എല്ലാവരും ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം എന്താണ് ഈ റാം റോം ഡിഫറൻസ് കേട്ടോ. ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ചുരുക്കമാണ്. എന്നാൽ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് കേട്ടോ. യെസ്, ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഡിഫറൻഷിയേറ്റ് റാം റോം ഡിഫറൻസ് 3 മാർക്ക് റൈറ്റ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കേട്ടോ. 3 ഡിഫറൻസ്, 4 ഡിഫറൻസ് ആ ഉള്ള ബോക്സിലുള്ള ഡിഫറൻസ് എല്ലാം റൈറ്റ് വെക്കുക. റാം എന്ന് പറയുന്നത് വോൾട്ടേജാണ്, റോം നോൺ വോൾട്ടേജാണ്. റാം സ്ലോവർ മെമ്മറിയാണ്, റാം ഫാസ്റ്റ് മെമ്മറിയാണ്, റോം സ്ലോവർ മെമ്മറിയാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് എഴുതി വെക്കുക. നെക്സ്റ്റ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഡീബഗിങ്ങിനെ കുറിച്ച് പറയുക. ഡീബഗിങ് എന്താന്ന് പറഞ്ഞിരിക്കുക. ഡീബഗിങ് എന്ന് പറഞ്ഞാണ് എറേഴ്സിനെ കണ്ടെത്തി തിരുത്തുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കാം? ഡീബഗിങ് എന്ന് വിളിക്കാം. ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ആൻഡ് എറേഴ്സ് കോൾഡ് ഡീബഗിങ് എന്ന് വിളിക്കാം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എത്ര ടൈപ്സ് ഉള്ള എറേഴ്സുകളുണ്ട്? 3 ടൈപ്സ് എറേഴ്സ് ഉണ്ട്. സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. സിൻടാക്സ് എറർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ എറേഴ്സ് നമ്മളെ സിൻടാക്സ് എറേഴ്സ്. ലോജിക്കൽ എറർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക് ആണ് ലോജിക്കൽ എറർ എന്ന് പറയുമ്പോൾ. പിന്നെ റൺ ടൈമിൽ എക്സിക്യൂഷൻ ടൈമിൽ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് ഈ പറഞ്ഞ റൺ ടൈമർ കേട്ടോ. ഓർത്തിരിക്കുക. Predict the output of the following algorithm. You can assume any value as input. ഓക്കെ, ഒരു ഔട്ട്പുട്ട് പറയാ. ഔട്ട്പുട്ടിന്റെ പറയാ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, റീഡ് എ ബി, പ്രിന്റ് എ ബി. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എക്ക് വാല്യൂ സാർ 20 കൊടുത്തു, ബിക്ക് വാല്യൂ സാർ 10 കൊടുത്തു. ഇഷ്ടമുള്ള വാല്യൂ അസ്യൂം ചെയ്യാൻ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേപ്പോ ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ള കൊടുക്കും കേട്ടോ. അപ്പം എയും ബിയും റീഡ് ചെയ്തു. പ്രിന്റ് എ ബി. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 20 പ്രിന്റ് ചെയ്തു, ബിയുടെ വാല്യൂ 10 പ്രിന്റ് ചെയ്തു. ദെൻ എ ഇസിക്കൽ ടു എ പ്ലസ് ബി. ഓരോ ഓപ്പറേഷൻ ചെയ്താൽ പോരാ. എ ഇസിക്കൽ ടു എ പ്ലസ് ബി ആവുമ്പോൾ എയുടെ വില 20 പ്ലസ് 10 30. അപ്പൊ എയുടെ വില എന്താണ്? എയുടെ വില 30 ആയി. നെക്സ്റ്റ് ബി ഇസിക്കൽ ടു എ മൈനസ് ബി. ബി ഇസിക്കൽ ടു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയുടെ വില 30. എയുടെ വില 30, ബിയുടെ വില തന്നെ. ബിയുടെ വിലയാണെങ്കിൽ 10. 30 മൈനസ് 10 20. എ ഇസിക്കൽ ടു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയുടെ വില 30 അല്ലെ? എയുടെ വില 30 അല്ലേ നമ്മളെ? വാല്യൂ ചേഞ്ച് ചെയ്യണം, ഓർത്തിരിക്കുക. വാല്യൂ ചേഞ്ച് 30 മൈനസ് ബിയുടെ വില 20 അല്ലെ? 20 ഇവിടെ എഴുതിയപ്പോണ്ട് അല്ലെ? 30 മൈനസ് 20 10. പ്രിന്റ് എ കോമ ബി. എയുടെ വിലയും ബിയുടെ വിലയും പ്രിന്റ്. എയുടെ വില എത്ര നമ്മളെ? എയുടെ വില 10, എയുടെ വില 10, ബിയുടെ വില 20. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രതീക്ഷ കേട്ടോ. നല്ല നല്ല ക്വസ്റ്റ്യൻസിലാട്ടോ, ഒരിക്കലും മിസ്സാക്കല്ലോ. നല്ല നല്ല ക്വസ്റ്റ്യൻസിലാട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ഇതൊന്ന് പറയുന്നതിന് മാത്രമായിട്ട് ഞാൻ റൈറ്റ് ചെയ്യുവാണ്. എക്സ്പ്ലെയിൻ
ദ ടു ഡാറ്റ ടൈപ്പ് കൺവെർഷൻ ഇൻ സി പ്ലസ്. ഡാറ്റ ടൈപ്പ് കൺവെർഷൻസുകൾ എന്ന് പറയാ. ഡാറ്റ ടൈപ്പ് കൺവെർഷൻസ് ഇൻ സി പ്ലസ് മക്കളെയൊക്കെയാടാ. ഇംപ്ലിസിറ്റി ഉണ്ട്, എക്സ്പ്ലിസിറ്റി ഉണ്ട്. അത് എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കട്ടോ. എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും എന്താ ഒരു വേരിയബിളിന്റെ ഒരു ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത് അല്ലെ. യെസ്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിന്റെ ടൈപ്പിനെ ഒരു ടൈപ്പിൽ നിന്ന് ഒരു വേരിയബിൾ ടൈപ്പിനെ ഒരു ടൈപ്പിൽ നിന്നാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ ടൈപ്പ് ലോവർ ടൈപ്പിൽ നിന്ന് ഹയർ ടൈപ്പിലോട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് നമുക്ക് എന്ത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയ കേട്ടോ. അതായത് ഇവിടെ വെക്കാം 5 + 3 + 2.5. ഈ 5 + 3 എന്ന് പറയുന്നത് നമ്മളെ 8 ആയിരിക്കും. 8 + 2.5 എന്ന് പറയുമ്പോൾ ഈ 8 ആവും. 8 എന്താ മക്കളെ? 8 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 8.0 കൺവേർട്ട് ചെയ്യും. കാര്യം നമ്മളെ അപ്പുറത്ത് കിടക്കുന്ന 2.5 ആണ് അല്ലേ. കാരണം 2.5 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിനൊപ്പം ഒരു ഇന്റിജർ വാല്യൂ കിടക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾ ചോദിക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഇത് തന്നെ പഠിച്ചു വെച്ചേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആയിക്കോളും. ജസ്റ്റ് നോക്കാം. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി അല്ല, പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്യും എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇന്റ് a, b ഫ്ലോട്ട് p is equal to സാറിന് എന്ത് ചെയ്യും മക്കളെ? ഇതിന്റെ ഈ എയുടെ ടൈപ്പ് എന്താണ്? എയുടെ ടൈപ്പ് ഇന്റ് ആണ് കിടക്കുന്നത്. ആ ഇന്റ് ടൈപ്പിൽ നിന്ന് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം മക്കളെ? ഇന്റ് ടൈപ്പിൽ നിന്ന് സാർ എനിക്കിപ്പോൾ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ സാറിന് ഇത് ഫ്ലോട്ട് ബ്രാക്കറ്റ് എടുത്തു, a/b എന്നിട്ട് കൊടുത്തു. അപ്പൊ ഇത് ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്തു കേട്ടോ. ക്ലിയർ? അപ്പൊ ഇത് ഞാൻ പ്രോഗ്രാമറുള്ള ഞാനാണ് ഡിസൈഡ് ചെയ്ത്. സോ എന്നാണ് ഇതിനെന്ത് വിളിക്കാം? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വിളിക്കാൻ സാധിക്കും അല്ലേ. ഓർത്തിരിക്കുക. നെക്സ്റ്റ് കമ്പയർ ലീനിയർ സെർച്ച് ബൈനറി സെർച്ച് മെത്തേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ഡിഫറൻസ് ഒക്കെ ആയിട്ട് അത് എഴുതി വെച്ചേക്കുക. അത് നമ്മുടെ ബോക്സിലുള്ള ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലുള്ള ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. നെക്സ്റ്റ് വാട്ട് ഇസ് ദ റോൾ ഓഫ് ആർഗ്യുമെന്റ്സ് ഇൻ C++? ആർഗ്യുമെന്റ്സുകളെയൊക്കെ മക്കളെ, ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യും. ആ ഫംഗ്ഷനിലോട്ട് വാല്യൂവിനെ, മറ്റൊരു ഫംഗ്ഷനിൽ നിന്ന് വാല്യൂവിനെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വാല്യൂവിനെ പാസ് ചെയ്യും. എങ്ങോട്ട് പാസ് ചെയ്യും? നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യിക്കും. അപ്പോൾ ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യിക്കുമ്പോൾ ആ വാല്യൂവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാല്യൂസിനെ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ് മക്കളെ എന്ത് ഈ പറഞ്ഞ ആർഗ്യുമെന്റ്സ് പറയാല്. അപ്പോൾ ആർഗ്യുമെന്റ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്, ഫോർമൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഫംഗ്ഷൻ കോളിംഗിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ആണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് നമ്മളെ ഫോർമൽ ആർഗ്യുമെന്റ്സ്. മറക്കല്ലേ കേട്ടോ. യെസ്, ഒന്ന് ഓർത്ത് ജസ്റ്റ് ഒബ്സർവ് ദ ഫോളോയിങ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ഐഡന്റിഫൈ ദ എറേഴ്സ് ഇൻ ദ ഫംഗ്ഷൻ ആൻഡ് ഗീവ് ദ റീസൺ ഫോർ ഇറ്റ്. ഓക്കെ, എറേഴ്സുകൾ എന്ന് പറയുമ്പോൾ വോയിഡ് ഫംഗ്ഷൻ ഇൻഡി a = 10 b = 5. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ മക്കളെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല്, ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ വെക്കാം. യെസ്, എന്താ ഇവിടെ? യെസ്, ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ എന്താണ്? ഇവിടെ വോയിഡ് ഫംഗ്ഷൻ ഇൻഡി a ഇൻഡി b എന്നാണ് കേട്ടോ. b = 5 എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഏത് വേരിയബിൾസും ഫോർമൽ ആർഗ്യുമെന്റ്സ് നമ്മൾ ഏത് വേരിയബിൾസും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്ന ടൈപ്പ് മുന്നേ കൊടുക്കണം അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ കൊടുക്കണം നമ്മളെ? വോയിഡ് ഫങ് ഇൻഡ് a = 10 ഇൻഡ് b = 5. വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്ന കുഴപ്പമില്ല. അതായത് നമ്മുടെ ഫോർമൽ ആർഗ്യുമെന്റ്സിനെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ഞാൻ എന്ത് വിളിക്കാം? ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് വിളിക്കാം കേട്ടോ. അല്ലെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്ന കുഴപ്പമില്ല, പക്ഷെ ടൈപ്പ് മുന്നേ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുത്തു. ഓക്കെ, റിട്ടേൺ കൊടുത്തു, സെമികോളൻ കൊടുത്തു. ക്ലിയർ. ഓക്കെ, അപ്പൊ ഈ ഒരു എറർ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ, വേറെ എറേഴ്സുകളൊന്നും പറയുന്നില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ ഇല്ലല്ലോ, ഒരു എറർ ഇവിടെ വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റില്ലേ? ഇവിടെ നോക്കാം, വോയിഡ് രണ്ട് എറേഴ്സ് ഉണ്ട് കേട്ടോ. വോയിഡ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? വോയിഡ് ടൈപ്പായിട്ട് കൊടുക്കേണ്ടത് എപ്പോഴാണ്? അതായത് ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ, അഥവാ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ വോയിഡ് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ വോയിഡ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു വാല്യൂം റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ വോയിഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ മക്കളെ, അതുകൊണ്ട് വോയിഡ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
void not used in റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ മക്കളെ ഒരിക്കലും വോയിഡ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ. ജസ്റ്റ് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ടാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു. എന്താണ് വാട്ട് ഈസ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇപ്പൊ എന്താണ് ഫംഗ്ഷൻ ഡെഫിനേഷൻ തന്നു, അതിനകത്തുള്ള എറേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. ആ ഫംഗ്ഷൻ ഡെഫിനേഷനും ഈ പറഞ്ഞ വോയിഡ് കോൺസെപ്റ്റും പിന്നെ ഈ ഒരു ടൈപ്പ് മെഷീൻ കാര്യങ്ങളും അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ആൻസർ ചെയ്യാൻ സാധിക്കൂ ഇല്ല. സോ അതുകൊണ്ട് അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഫൈനൽ എക്സാം അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫൈനൽ എക്സാം അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. അത്രത്തോളം കേട്ടോ. യെസ്. നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബ്ലൂടൂത്ത് ടെക്നോളജി. ബ്ലൂടൂത്തിന്റെ ഒരു 4-5 ഫീച്ചേഴ്സ് റൈറ്റ് ചെയ്ത് വെക്കുക. വേറെ ഒന്നുമില്ല കേട്ടോ. റൈറ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഓഫ് കണക്റ്റിംഗ് ടു ദ ഇന്റർനെറ്റ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടറിനെ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് എന്താ പോലെ കമ്പ്യൂട്ടറിനെ കൂടെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് വേണം, ഒരു ഓപ്പറേറ്റ് TCP over IP സപ്പോർട്ട് ചെയ്യുന്ന ഒരു OS വേണം, മോഡം വേണം, ടെലിഫോൺ കണക്ഷൻ വേണം, പിന്നെ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഒരു ഇന്റർനെറ്റ് അക്കൗണ്ട് വേണം, സോഫ്റ്റ്വെയർ ബ്രൗസേഴ്സുകൾ വേണം, ഇമെയിൽ ചാറ്റുകളൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കട്ടോ. അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്റർനെറ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്റർനെറ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇത് ഇന്റർനെറ്റ്. ഇനി 9 ക്വസ്റ്റ്യൻസ് 19-29 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. കൺവേർട്ട് ദ ഡെസിമൽ നമ്പർ 79 into other 3 number system. അത് 79 ആണെങ്കിൽ എന്താ മക്കളെ 79 ഡെസിമൽ നമ്പർ ആണ്. 79 ആണെങ്കിൽ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? 79 ആണെങ്കിൽ ബേസ് 2 ബേസ് 10 ബേസ് 16 വളരെ വളരെ സിമ്പിൾ ആട്ടോ. ബേസ് 16 ബേസ് 16. അപ്പൊ എന്താണ് ഇതിനുള്ളൊരു മാർഗം എന്താണ്? പല കുട്ടികളും ആണെങ്കിൽ സാറേ എനിക്ക് കൺവേർഷൻ മെത്തേഡ് തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇത് ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണല്ലേ. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. അപ്പൊ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം? ഈ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് ലെറ്റർ എല്ലാം ഡി ആണ്. ഡി ഫോർ ഡിവിഷൻ മെത്തേഡ്. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? ഓപ്പോസിറ്റ് സിസ്റ്റം എന്താണോ അതിന്റെ ബേസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ്. ഡെസിമൽ ടു ഒക്ടൽ ഇത് ഒക്ടൽ കേട്ടോ. ഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആകുമ്പോൾ 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആ മെത്തേഡുകൾ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തട്ടോ. 79 ഈക്വലന്റ് വെർഷൻസ് ബൈനറിയുടെയും ഒക്ടലിന്റെയും ഹെക്സാഡെസിമലിന്റെയും നിങ്ങൾ ഈക്വലന്റ് വാല്യൂസ് ഇപ്പം ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് കേട്ടോ. യെസ്. അപ്പൊ എന്താണ് മക്കളെ? അപ്പൊ ഈ ഒരു വാല്യൂസുകൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കമന്റിന് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ, അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനും നിങ്ങൾ കമന്റ് ബോക്സ് യൂസ് ചെയ്യുക. ഞാൻ കമന്റ് ബോക്സ് കാണാറുണ്ട്, ഓരോ വീഡിയോസിന്റെ കമന്റ് ബോക്സ് കാണാറുണ്ട്. എന്തൊക്കെ കമന്റ്സുകളാണ് സാറ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. യെസ്. നെക്സ്റ്റ് നോക്കാം. പ്രൂവ് ദാറ്റ് ആൻഡ് ഓപ്പറേഷൻ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് നോർ ഗേറ്റ്. നമ്മുടെ ഈ പറഞ്ഞ ഡേറ്റ റെപ്രസെന്റ് ബുള്ളിയൻ ആൾജിബ്രയ്ക്ക് ലാസ്റ്റ് ടോപ്പിക്കാണ്. നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് ബേസിക് ഗേറ്റ്സ് ആയിട്ടുള്ള ആൻഡ്, ഓർ, നോട്ട് ഗേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ആ ടോപ്പിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. സോൾവ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രൊസസർ. ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രൊസസേഴ്സ് പറയുക. ഏതൊക്കെ മക്കളെ? കമ്പൈലർ. സ്ഥിരം 3 മാർക്ക്. ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ആണല്ലേ. കമ്പൈലർ, ഇന്റർപ്രറ്റർ എന്താ മക്കളെ? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിരിക്കും. കമ്പൈലർ ആണെങ്കിൽ എന്തായിരിക്കും? ഹോൾ പ്രോഗ്രാം സിംഗിൾ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യും. അസംബ്ലർ ആണെങ്കിൽ എന്തായിരിക്കും? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കണേ. Draw a flowchart to input a number and find the factorial of a number. നമ്മുടെ ഫാക്ടോറിയൽ ഓഫ് നമ്പർ നമ്മൾ ചെയ്ത് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഈ പറഞ്ഞ ലൈവുകൾ ചെയ്തിട്ടുള്ള കേട്ടോ. അത് ജസ്റ്റ് നോക്കുക. അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്. ജസ്റ്റ് നോക്കാം. ഒബ്സർവ് ദ ഫോളോയിങ് C+ കോഡ് സെഗ്മെന്റ്. എന്റർ 2 numbers C in AB.
CO2 A plus B divided by 2.0. Extract different tokens from this code. Fill in the proper cell table given below. Operators are filled reference കേട്ടോ. അപ്പൊ ഇതിനകത്ത് എക്സാക്ട് ടോക്കൺസുകൾ എന്ന് പറയുക കീവേഡ്സ് എന്ന് പറഞ്ഞിരിക്കട. കീവേഡ്സ് ഇന്ത്യ കീവേഡ് ആണ്. ഓക്കെ, വേറെ കീവേഡ് ഞാൻ കാണുന്നില്ല. നെക്സ്റ്റ് ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ നമ്മളെ എൻ്റർ ടു നമ്പേഴ്സ് ആണല്ലേ. യെസ്. പിന്നെ ആണെങ്കിൽ സെമി പങ്ക്ച്വേറ്റർ ഒരു കോളോടെ കൊടുക്കാം പങ്ക്ച്വേറ്റർ കേട്ടോ. പിന്നെ ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ സി ഔട്ടൊക്കെ ഐഡന്റിഫയർ കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ. പ്ലസ് കൊടുത്തു. ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ക്ലോസ് പങ്ക്ച്വേറ്റർ ആണ് കേട്ടോ. ഡിവിഷൻ ഇതൊക്കെ ഓപ്പറേറ്റേഴ്സ് എല്ലാം കൊടുത്തേപ്പുണ്ട്. ബാക്കിയൊന്നും ഇല്ലല്ലോ. യെസ്, ഡബിൾ കോട്സ് ഇസ് എ പങ്ക്ച്വേറ്റർ. ഞാൻ ഒരു കോളോട് ആഡ് ചെയ്യുന്നു കേട്ടോ. സെമി കോൾ ഇസ് എ പങ്ക്ച്വേറ്റർ. ഓക്കെ, പിന്നെ അഥവാ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്ത് കോമ ഇസ് പങ്ക്ച്വേറ്റർ കേട്ടോ. വേറെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ, ലിറ്ററൽസ് 2.0 ഇസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്റർ അല്ലേ. 2.0 ഇസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്റർ. ഓക്കെ, ലോസ്റ്റ് ആണ്. നോക്കാം. റീഡ് ദ ഫോളോയിങ് C+ കോഡ് സെഗ്മെന്റ്. A is equal to ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. A is equal to 15, B is equal to 10. ഇവിടെ വെക്കാം. CO2 A++. CO2 A++ എന്ന് പറയുമ്പോൾ പ്ലസ് എക്ക് ശേഷമാണ് അല്ലേ. പ്ലസ് എക്ക് ശേഷമാണ് എങ്കിൽ അവിടെ എന്താണ് നമ്മൾ അവിടെ ഇനിഷ്യലി ഇൻക്രിമെന്റ് ഓപ്പറേഷൻ നടക്കുമോ? ഇല്ല, ശേഷമേ നടക്കത്തുള്ളൂ. ബിയുടെ വില എയുടെ വില 15 ആണ്. അപ്പം എയുടെ വില 15 തന്നെ കിടക്കും, ഇൻക്രിമെന്റ് ചെയ്യത്തില്ല. എന്നിട്ടായിരിക്കും ഈ എയുടെ വില പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എയുടെ വില ഇപ്പൊ പ്രിന്റ് ചെയ്തു 15 പ്രിന്റ് ചെയ്തു, എന്നിട്ട് എയുടെ വില ഇൻക്രിമെന്റ് ചെയ്യും. എയുടെ വില A is equal to A+ എന്നാട്ടോ. 15 + 1 16 എന്നാവും. ഇപ്പൊ ഇനിഷ്യലി എയുടെ വില ഇവിടെ ഇനിഷ്യലി എയുടെ വില 15 പ്രിന്റ് ചെയ്യും. 15. ഓക്കെ, യെസ്. B+ equal to A എന്ന് പറയുന്നത് B is equal to B+ A അല്ലേ. B is equal to B+ A. ബിയുടെ വിലയാണെങ്കിൽ 10 ആണല്ലേ. 10 + 15 എത്ര നമ്മളെ 25. അപ്പോൾ 25 ആണ് ബിയുടെ വില. നെക്സ്റ്റ് B മോഡുലസ് 10 എന്ന് പറയുമ്പോൾ 25 മോഡുലസ് 10 എത്ര മക്കളെ? ഒരു 10 20 അല്ലേ. റിമൈൻഡർ 5. സോ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് 5. നെക്സ്റ്റ് CO2 ++B. CO2 ++B എന്ന് പറയുമ്പോൾ ബിക്ക് തൊട്ട് മുന്നെയാണ് പ്ലസ് കിടക്കുന്നത്. സോ നമ്മളിവിടെ പ്ലസ് ഇനിഷ്യലി നടക്കും അല്ലേ. ബിയുടെ വില എത്ര? ബിയുടെ വിലയാണെങ്കിൽ 25 ആണ്. 25 + 1 26. അപ്പൊ 26 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് മറക്കല്ലേ. ഓക്കെ, യെസ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ റൈറ്റ് ചെയ്തുക. ജസ്റ്റിഫിക്കേഷൻസ് എല്ലാം കൊടുത്ത് റൈറ്റ് ചെയ്യാട്ടോ. ചുമ്മാതെ പ്രിന്റ് ചെയ്യിക്കല്ലേ. ഇവിടെ പറഞ്ഞ വിത്ത് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ. ചുമ്മാതെ കോപ്പി അടിച്ചിടുന്ന പോലെ ആണെങ്കിൽ ഒരിക്കലും പ്രിന്റ് 15 അങ്ങനെ കൊടുക്കല്. കറക്റ്റായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പഠിക്കുക. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് C+ പ്രോഗ്രാം ഇൻപുട്ട് നമ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് ഗിവൺ നമ്പർ ഈസ് ഇവൻ ഓർ ഓഡ് യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഗിവൺ നമ്പർ ഇവൻ ആണോ ഓടാൻ ചെക്ക് ചെയ്യുക. ഒന്നുമില്ല. സ്വിച്ചിനകത്താണെങ്കിൽ എക്സ്പ്രഷൻ കൊടുക്കുക. സ്വിച്ചിനകത്താണെങ്കിൽ നമ്മോട് 2 = 0 ആണ് എങ്കിൽ നമ്മോട് 2 = 0 ആണ് എങ്കിൽ നമ്മോട് 2 2ന്റെ വാല്യൂ കേസ് 0 ആണെങ്കിൽ ഈവൻ ബ്രേക്ക്. കേസ് 1 ആണെങ്കിൽ കേസ് 1 ആണ് ഡിഫോൾട്ട് മതി. കേസ് 0 ആണെങ്കിൽ എന്താണ് ഈവൻ നമ്പർ, അല്ലെങ്കിൽ എൽസ് ആണെങ്കിൽ എന്താണ് ഡിഫോൾട്ട് ആണെങ്കിൽ ഓട്. CO2 കൊടുക്കണം കേട്ടോ. CO2 കൊടുക്കുക അല്ലേ. റൈറ്റ് C+ പ്രോഗ്രാം പറയുക അല്ലേ. യെസ്. CO2 ഇവൻ ബ്രേക്ക്. CO2
ഓട് ബ്രേക്ക് ക്ലോസ് കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷ നല്ല നല്ല ക്വസ്റ്റ്യൻസ് കേട്ടോ, നല്ല നല്ല ക്വസ്റ്റ്യൻസുകളാണ് പ്രതീക്ഷിച്ചുള്ളൂ കേട്ടോ. ഓക്കെ അല്ല സെറ്റ് അല്ലേ? യെസ്. Next, write a C+ program. Next, write an algorithm to sort the numbers in arrays in ascending order using bubble sort. Bubble sort method വെച്ച് numbers in sorting algorithm write ചെയ്യുക. Next, with the help of an example, explain the facilities provided C+ to input a string contain white space. White space അടക്കമുള്ള സ്ട്രിങ്ങിനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് മക്കളെ get function, gets function, get line function. അപ്പോൾ ഇതിന്റെ യൂസുകൾ റൈറ്റ് ചെയ്ത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. List any 3 string manipulation functions in C++. Will specify the use of each with the help of X. String manipulation functions. Manipulation functions ITF ആണ്, ITF ഫംഗ്ഷനും ATF ഫംഗ്ഷൻസ് അതിന് യൂസ് റൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമൻ ലൈഫ്. പ്രസന്റ് 3 ആർഗ്യുമെന്റ്സ് ഇൻ ഈച്ച് ഇൻ ഫേവർ അഗൈൻസ്റ്റ് ഇറ്റ്സ് യൂസ് കേട്ടോ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ. എന്തൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും അല്ലേ. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വാല്യബിൾ ടൈം പോകും, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, പിന്നെ പ്രൈവസി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കട്ടെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞപ്പോൾ ഉണ്ട്, അത് റൈറ്റ് ചെയ്ത് വെക്കട്ടോ. നെക്സ്റ്റ്, സപ്പോസ് യു വാണ്ട് ടു പർച്ചേസ് എ കമ്പ്യൂട്ടർ. Prepare a list of hardware and software components that you are required, give the reason including each item. എന്തൊക്കെയാണ് നമുക്കൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസുകൾ. ഇപ്പൊ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, എന്താണ് ഈ പറഞ്ഞ ഇൻപുട്ട് ഡിവൈസ് ഒക്കെ കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, പിന്നെ ആണെങ്കിൽ മോണിറ്റർ ഉണ്ട്, CPU ഉണ്ട്. അപ്പൊ അതൊക്കെ റൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ OS ഉണ്ട്, പിന്നെ ആണെങ്കിൽ യൂട്ടിലിറ്റി ഡിസ്ക്രിറ്റ് റിഫാക്ടർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ അതിന്റെ ആ ലിസ്റ്റുകളൊക്കെ ഒന്ന് റൈറ്റ് ചെയ്ത് വെക്കട്ടെ, വേറെ ഒന്നുമില്ല. റീഡ് ദ ഫോളോയിങ് C+ കോഡ് സെഗ്മെന്റ്. ഒരു കോഡ് തന്നപ്പോൾ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ എക്സിക്യൂഷൻ സ്റ്റെപ്സ് ഫോർ ദി കോഡ്, ഫൈൻഡ് ദ ഔട്ട്പുട്ട്. ഓക്കെ, ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ നോക്കുക, ഔട്ട്പുട്ട് ഇവിടെ പറഞ്ഞേക്ക് ഇവിടെ ഇതിന്റെ ഈ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കും അല്ലേ. ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. യെസ്, ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. പിന്നെ ഇതിനെ ഡു വൈൽ ലൂപ്പിലായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ഡു വൈൽ ലൂപ്പിലായിട്ട് കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ്, 2 pairs of communication device are given, hub and switch, bridge and router കേട്ടോ. Write the common purpose of the device in pair കേട്ടോ. എന്തൊക്കെയാണ് ഹബ്ബ്, സ്വിച്ച്, ഡിഫറൻസ്, ദെൻ പിന്നെ ഹബ്ബ് സ്വിച്ച് എന്താണ്, ഹബ്ബ് സ്വിച്ച് ഹബിന്റെ സ്വിച്ചിന്റെയും യൂസ് എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിവൈസ് ഓഫ് പെയർ. ബ്രിഡ്ജും റൗട്ടറും തമ്മിൽ ഡിഫറൻസ് റൈറ്റ് ചെയ്ത് വെക്കുക. വിത്ത് ദ റോൾ ഓഫ് ഗേറ്റ് വേ ഇൻ ദിസ് കോൺടെസ്റ്റ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഞാൻ പറഞ്ഞിട്ടില്ല. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറായിട്ട് ഞാൻ നാളെ വൈകുന്നേരം 7 മണിക്കുള്ള നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമുണ്ട്. സോ നിങ്ങൾ ആലോചിക്കുക, ഇതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും എവിടെ വരുന്നത് നമ്മളെ നമ്മുടെ ഫൈനൽ എക്സാമിനും നാളത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളുള്ള മോഡൽ എക്സാമിനും വരാൻ ചാൻസ് ഉള്ളൂ. സോ മക്കളെ ഇങ്ങനെ തന്നെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. അല്ലാതെ വാട്ട് ഈസ് ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ഒരിക്കൽ സീരിയസ്ലി തന്നെ പഠിക്കുക. പിന്നെ ഇപ്പം കഴിഞ്ഞ നിങ്ങളുടെ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളുടെ HSS ലൈവിന്റെ ആ സൈറ്റിൽ കിടപ്പുണ്ട് കേട്ടോ, നോക്കി അറിയാൻ പറ്റും. അതായത് നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ അത്രത്തോളം നിങ്ങൾ CS ആകുമ്പോൾ ഒരു കോർ പേപ്പർ തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ അത്ര സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക, തമാശയായിട്ട് കാണല്. 10ാം ക്ലാസ് അല്ല +1 എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതേ രീതി തന്നെ ആയിരിക്കും ഫൈനൽ എക്സാം വരുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സെറ്റായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ ബൈ.